ഹരേ കൃഷ്ണ. ഞാൻ ഇന്ന് സംസാരിക്കുന്നത് ഉപകാരം അല്ലെങ്കിൽ സഹായം എന്ന വാക്കിനെ കുറിച്ചിട്ടാണ്. നമ്മളൊക്കെ ഏറ്റവും കൂടുതൽ കേൾക്കുന്ന വാക്ക് സഹായം അല്ലെങ്കിൽ ഒരാൾ മറ്റൊരാളെ സഹായിച്ചു എന്ന ഒരു വാക്കാണ്. ഇതിന് ഒരു ഉദാഹരണം ഞാൻ പറയട്ടെ. നമ്മളൊക്കെ അമ്പലങ്ങളിൽ അന്നദാനം, വഴിപാട്, കലാപരിപാടികൾ തുടങ്ങി നിരവധി കാര്യങ്ങൾ ചില വ്യക്തികൾ ചെയ്യും. എന്നിട്ട് പറയും, ഞാൻ ആണ് ഈ പരിപാടികൾ അല്ലെങ്കിൽ ഇന്ന കാര്യങ്ങൾ ഒക്കെ ചെയ്തത്. പണം, പദവി, പ്രശസ്തി എന്നിവ കരസ്ഥമാക്കാൻ അല്ലെങ്കിൽ നേടാൻ ഏറ്റവും അവസരം കിട്ടുന്ന വേദികളിൽ ഒന്ന് അമ്പലം ആണ്. ഇങ്ങനെയുള്ള വ്യക്തികൾ ഒന്ന് ഓർക്കുക, ദൈവത്തിന് വേണ്ടി ആരും ഒന്നും ചെയ്യേണ്ട. ആ ശക്തിയിലാണ് നമ്മൾ മാത്രമല്ല, പ്രപഞ്ചത്തിലെ സകല ചരാചരങ്ങളും നിലനിൽക്കുന്നത്. മനുഷ്യർ എന്ന വിഭാഗം മാത്രമാണ് എല്ലാം എനിക്ക് മാത്രം സ്വന്തം എന്ന് ചിന്തിക്കുന്നത്. പണം, പദവി, പ്രശസ്തി എന്നിവ ആഗ്രഹിക്കുന്ന വ്യക്തികൾ തങ്ങളുടെ പ്രവൃത്തികൾ സമൂഹം അറിയുന്നതിനായി ഏത് അറ്റം വരെയും പോകും. ഇന്ന് സമൂഹത്തിൽ ഏറ്റവും അധികം കാണപ്പെടുന്ന കാഴ്ചകളിൽ മറ്റൊന്ന്, മനുഷ്യ ശരീരത്തെ കാർന്നു തിന്നുന്ന രോഗം മൂലം കഷ്ടപ്പെടുന്നവരുടെ അല്ലെങ്കിൽ ആ കുടുംബങ്ങളിൽ ചെറിയ ചെറിയ സഹായങ്ങൾ ചെയ്തിട്ട് ഞാനാണ് ആ കുടുംബത്തിനെ രക്ഷിച്ചത് എന്ന ഒരു പ്രചരണം നടത്തും. അപ്പോഴേക്കും അസുഖം ബാധിച്ച വ്യക്തി ഈ ലോകത്തിൽ നിന്ന് തന്നെ വിട്ടുപോയിട്ടുണ്ടായിരിക്കും. പക്ഷേ ആ കുടുംബങ്ങളിലെ ബാക്കി ജീവനുകൾ ഇങ്ങനെയുള്ള വ്യക്തികളുടെ സഹായം കൈപ്പറ്റി എന്ന കാരണത്താൽ ജീവിത അവസാനം വരെ സഹായിച്ചവരുടെ അടിമകളായി മാറുന്നു. അതായത് സഹായം സ്വീകരിച്ച വ്യക്തി മരണപ്പെടുകയും അവരുടെ കുടുംബത്തിലെ ബാക്കി ഉള്ള ആൾക്കാർ എന്നും കുത്തുവാക്കുകൾ കേൾക്കാൻ ബാധ്യസ്ഥരായി മാറും. എൻ്റെ സഹായം കൊണ്ടാണ് അവർ ഇന്ന് ഇങ്ങനെ നിലനിൽക്കുന്നത്. സമൂഹത്തിൻ്റെ മുന്നിൽ അവരെ എപ്പോഴും ഇങ്ങനെ ഒരു വാക്ക് പറഞ്ഞ് കുത്തി വേദനിപ്പിക്കുക എന്നതാണ് ഇങ്ങനെ സഹായം ചെയ്യുന്നവരുടെ ലക്ഷ്യം. ഒരു ജീവൻ നിലനിർത്താൻ വേണ്ടി ആ കുടുംബത്തിലെ അംഗങ്ങൾ എത്രമാത്രം കഷ്ടപ്പാടുകൾ അനുഭവിച്ചിരിക്കും. ഇത് അനുഭവിച്ചവർക്ക് മാത്രമേ ആ വേദന അറിയുവാൻ സാധിക്കുകയുള്ളൂ. പണം, പദവി, പ്രശസ്തി എന്നിവ ആഗ്രഹിക്കുന്നവർക്ക് ഈ വേദന മനസ്സിലാകില്ല. അവർ മറ്റുള്ളവരുടെ വേദനയിലും അവരുടെ സന്തോഷം മാത്രമാണ് ലക്ഷ്യം വയ്ക്കുന്നത്. ഇങ്ങനെ ഉള്ളവരെ തിരിച്ചറിയുവാൻ വളരെ പ്രയാസമാണ്. എന്തെന്നാൽ ഇവർ പ്രവർത്തിക്കുന്നത് ഏറ്റവും അധികം കഷ്ടപ്പാടുകൾ അനുഭവിക്കുന്നവരുടെ ഇടയിലാണ്. എന്നാൽ ഒരു കാര്യം മനസ്സിലാക്കുക, നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിയുടെ കർമ്മഫലം നമ്മൾ തന്നെ അനുഭവിച്ചേ മതിയാകൂ. ഒരാൾ സഹായം ചെയ്യുന്നത് സമൂഹത്തിനെ ബോധ്യപ്പെടുത്താൻ വേണ്ടി ആകരുത്. ആത്മാർത്ഥതയോടെ ചെയ്യുന്ന പ്രവൃത്തികൾക്ക് എന്നും നല്ല ഫലം ഉണ്ടാകും. ഹരേ കൃഷ്ണ.